ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി കോട്ടൺ ക്യാൻഡി മെഷീൻ അല്ലെങ്കിൽ പഞ്ചസാര മിഠായി ഉണ്ടാക്കുന്ന മെഷീൻ ഉണ്ടാക്കാൻ നോക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഗൈസ്, നമ്മളിവിടെ ഉരുക്കിയ പഞ്ചസാര നമ്മുടെ മെഷീനിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഗൈസ്, അപ്പോൾ നമുക്ക് കോട്ടൺ ക്യാൻഡി മെഷീൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഒരു 12 വോൾട്ടിൻ്റെ മോട്ടർ, ഒരു പഴയ ആണി, ഒരു പഴയ പ്ലാസ്റ്റിക്കിൻ്റെ കപ്പ്, അതുപോലെ തന്നെ ഒരു മാർക്കർ, പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ പഴയ സ്പ്രൈറ്റിൻ്റെയോ അല്ലെങ്കിൽ ഫാൻറ്റയുടെയോ മിറിൻ്റയുടെയോ ഒരു പഴയ ക്യാൻ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 12 വോൾട്ടിൻ്റെ നമ്മളൊരു അഡാപ്റ്റർ യൂസ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. അങ്ങനെയാണ് നമ്മളിത് പവർ ചെയ്യുന്നത്. അത് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഫീമെയിൽ കണക്ടറും വേണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഈ ക്യാൻ എടുത്ത് നടുവേ രണ്ടായിട്ട് നമുക്ക് മുറിക്കാം. ഒരു സാധാ കത്രിക ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിട്ടത് മുറിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ ഗൈസ്, ഇതിങ്ങനെ നമ്മൾ നടുവേ രണ്ടായിട്ട് മുറിച്ചെടുത്തതിന് ശേഷം ഈ അറ്റത്ത് കൂർത്ത് നിൽക്കുന്ന അതിൻ്റെ പാർട്സ് എല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടെ കൈ തന്നെ, അതുകൊണ്ട് മുറിയാതിരിക്കാൻ വേണ്ടി നമ്മളതെല്ലാം കട്ട് ചെയ്ത് കളയുക. ഈ ഷാർപ്പായിട്ടുള്ള അറ്റം എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്കിതിനെ നടുവ് ഒരു ഹോൾ ഇടണം. അതായത് നമ്മുടെ മോട്ടറിലോട്ട് ഈ നമ്മുടെ ക്യാൻ മൗണ്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് നടുക്കുന്ന ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഗൈസ്, ഇതിൻ്റെ ഏറ്റവും ക്രൂഷ്യൽ പാർട്ടാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ഈ ക്യാൻ നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്നത് അകത്തുനിന്ന് പുറത്തോട്ട്, അതായത് ക്യാനിൻ്റെ അകത്തുനിന്ന് പുറത്തോട്ട് നമ്മൾ ഹോളിട്ട് കൊടുക്കണം. പുറത്തുനിന്ന് അകത്തോട്ടല്ല, അകത്തുനിന്ന് പുറത്തോട്ട്. എന്നാലും നമുക്ക് വളരെ വൃത്തിയായിട്ട് കൃത്യമായിട്ട് നമുക്ക് ആ നമ്മുടെ കോട്ടൺ ക്യാൻഡി നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ പുറത്തുനിന്ന് അകത്തോട്ട് നല്ല വൃത്തിക്ക് ഹോളിട്ട് കൊടുക്കണം. ഞാൻ ഇവിടെ ഒരു സ്ക്രൂ ഡ്രൈവറാണ് ഉപയോഗിക്കുന്നത് തട്ടാൻ വേണ്ടി. ഈ നെയിലിനേക്കാളും നല്ലതൊരു സ്ക്രൂ ഡ്രൈവറാണ്. നല്ല പോയിന്റഡ് സ്റ്റാർ ബിറ്റുള്ള സ്ക്രൂ ഡ്രൈവറാണ് ബെസ്റ്റ്. ഗൈസ്, നമ്മൾ നമ്മുടെ മോട്ടർ ഈ പ്ലാസ്റ്റിക് കപ്പിലോട്ടാണ് മൗണ്ട് ചെയ്യാൻ പോകുന്നത്. അതിന് നമുക്ക് ഈ കപ്പിൽ 3 ഹോൾ ഇടേണ്ടതായിട്ടുണ്ട്. അതായത് ഈ മോട്ടറിൻ്റെ ഷാഫ്റ്റ് വരുന്നതിനും അതുപോലെ തന്നെ ഇതിൽ 2 സ്ക്രൂ ഉണ്ട്. ഈ സ്ക്രൂ ആണ് ഈ കപ്പിലോട്ട് ഇത് ഹോൾഡ് ചെയ്യിപ്പിച്ച് നിർത്തുന്നത്. അപ്പോൾ അത് ഇടുന്നതിനുമായിട്ട് നമ്മൾ 2 ഹോൾ ഇടണം. അപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഒരു സോൾഡറിങ് ഞാൻ ചൂടാക്കിയിട്ട് അത് വെച്ചിട്ടാണ് തുളയിട്ടത്. ഇനി നമുക്ക് നമ്മുടെ വയറുകളെല്ലാം മോട്ടറിലോട്ടും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഫീമെയിൽ അഡാപ്റ്ററിലോട്ടും കണക്ട് ചെയ്യാം. പവർ സപ്ലൈ കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഫീമെയിൽ അഡാപ്റ്റർ ഉപയോഗിക്കുന്നത്. അതിലോട്ട് നമ്മൾ സോൾഡർ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്.
close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go, through the wastelands, through the highways, and on we'll go. അതുപോലെ തന്നെ ഗൈസ് നമുക്ക് ഇനി നമ്മളെടുത്ത് വെച്ചിരുന്ന ക്യാൻ നമുക്ക് മോട്ടറിലോട്ട് മൗണ്ട് ചെയ്യണം. അതിന് ഞാൻ ചെയ്ത ഒരു എളുപ്പവഴി എന്താണെന്ന് പറഞ്ഞാൽ, ഒരു പേന എടുത്തിട്ട് അത് നടുവേ നമ്മൾ മുറിച്ചിട്ട് അതിൽ നമ്മൾ ഹോട്ട് ഗ്ലൂ ചെയ്ത് വയ്ക്കുകയായിരുന്നു ചെയ്തത്. പക്ഷേ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്, നമ്മുടെ ഇതിൻ്റെ ഹെഡ് തെറിച്ചു പോരും അങ്ങനെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഗൈസ് നമുക്കത് വഴിയെ വീഡിയോയിൽ കാണാൻ പറ്റുന്നതാണ്. ഒരു കാരണവശാലും ഇങ്ങനെ ഹോട്ട് ഗ്ലൂ ചെയ്ത് വെക്കരുത്. മൗണ്ട് ചെയ്യാൻ നമുക്ക് വേറെ എന്തെങ്കിലും വഴി സ്ക്രൂവോ അല്ലെങ്കിൽ ഇതിന് നമുക്കൊരു ചക്കൊക്കെ മേടിക്കാൻ കിട്ടും, അത് വെച്ച് നമ്മൾ മൗണ്ട് ചെയ്യേണ്ടതാണ്. ഇനി ഗൈസ് നമുക്ക് ഇതുപോലെ ഒരു കാർഡ്ബോർഡ് ബോക്സ് എടുത്ത് വെച്ചിട്ട് ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ മോട്ടറും ബാക്കി കാര്യങ്ങളൊക്കെ മൗണ്ട് ചെയ്യാം. അപ്പം ഞാൻ ഇവിടെയും ഇത് ഹോട്ട് ഗ്ലൂ ചെയ്താണ് വെക്കുന്നത്, അത് മതിയായിരിക്കും ഇത് വർക്ക് ചെയ്യാൻ. നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ മോട്ടർ ഞാൻ മൗണ്ട് ചെയ്ത് വെച്ചിരുന്നു വർക്ക് ചെയ്യിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ ഹെഡ് കിടന്ന് ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഇതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ നമ്മുടെ സ്റ്റൈറോഫോം ഷീറ്റ് കട്ട് ചെയ്ത് രണ്ട് സൈഡിൽ നിന്ന് ഒരു നമ്മളെന്തോ വാഴയൊക്കെ ഊന്നൽ കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ഒന്നും കൂടെ നമുക്ക് കാണാം, എന്നിട്ട് ഇതിനകത്ത് പറ്റിപ്പോയ അബദ്ധം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഗൈസ് ഇവിടെ നമ്മുടെ കോട്ടൺ ക്യാൻഡി മെഷീൻ്റെ ഹെഡ് ഊരിപ്പോയതായിട്ട് നമുക്ക് കാണാം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഹോട്ട് ഗ്ലൂ ചെയ്ത് വെച്ചിരുന്ന സംഭവം നമ്മൾ ഈ പഞ്ചസാര ഉരുക്കിയിട്ടാണ് ഇതിലോട്ട് ഒഴിക്കുന്നത്. അപ്പോൾ ഈ പഞ്ചസാര ഉരുക്കിയിട്ട് ഒഴിച്ചപ്പോഴത്തേക്ക് ഈ ഹോട്ട് ഗ്ലൂ ചെയ്ത് വെച്ചിരുന്ന സംഭവം അത് നമ്മുടെ ഹോട്ട് ഗ്ലൂ അങ്ങ് ഉരുകിപ്പോയി. അങ്ങനെയാണ് ഹെഡ് വേറെ ബോഡി വേറെ ആയിട്ട് മാറിപ്പോയത്. നിങ്ങൾ ചെയ്യുമ്പം അങ്ങനെ ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ വരെ ഞാൻ സൈനിങ് ഔട്ട്.